ധനികർ ധനികരായിക്കൊണ്ടിരിക്കുന്നു, ദരിദ്രർ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണിത്. എന്താണ് അതിന്റെ പിന്നിലെ കാരണം? അതിന്റെ പിന്നിൽ നിരവധി വ്യത്യസ്തമായ ഘടകങ്ങൾ ഉണ്ടെങ്കിലും എല്ലാ ഘടകങ്ങളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഒരുപാട് നീണ്ടുപോകുന്നതിനാൽ ഓരോ വീഡിയോകളിലും അതിന്റെ ഓരോരോ കാര്യങ്ങളാണ് പ്രതിപാദിച്ചു പോരുന്നത്. ഇന്ന് ഈ സാമ്പത്തിക കാര്യം പ്രതിപാദിക്കുന്ന ഈ വീഡിയോയിൽ ധനികർ ധനികരായിക്കൊണ്ടിരിക്കുന്നതിന്റെയും ദരിദ്രർ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നതിന്റെയും പിന്നിലെ ഒരു ഘടകം നമുക്ക് നോക്കാം. അത് ഇത്രയുമേ ഉള്ളൂ. ധനികർ എപ്പോഴും തനിക്കുള്ള സമ്പത്തിനെ കുറിച്ച് ഓർത്ത് ഉള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കുന്നു. ദരിദ്രരാകട്ടെ ഇല്ലാത്തതിനെ കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കുന്നു. അത് ഈ രണ്ടറ്റങ്ങളും ഇപ്പോൾ ഏത് അവസ്ഥയിലുള്ള ആളുകളാകട്ടെ ഈ രണ്ടറ്റങ്ങളെ കുറിച്ചും എപ്പോഴും ഒന്ന് പഠിക്കുന്നതും ചിന്തിക്കുന്നതും നല്ലതാണ്. ഇപ്പോൾ സാമ്പത്തിക നില ഭദ്രമായി ഉള്ളവർ പോലും ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ പോലും പിന്നീട് വീണു പോകാതിരിക്കാനുള്ള ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ കഴിയും. ധനികർ എപ്പോഴും തനിക്കുള്ളതിനെ ഓർത്ത് അഭിരമിക്കുന്നു. പലപ്പോഴും അത് മറ്റു പലർക്ക് പൊങ്ങച്ചം പോലെയെങ്കിലും തോന്നിയേക്കാം. എനിക്ക് 2 കാറുണ്ട്, 2 വീടുണ്ട്, എനിക്കൊരു കായൽ തീര വസതിയുണ്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു അഹങ്കാരം പോലെ തോന്നിയേക്കാം. പക്ഷേ ഒരുപക്ഷെ അത് പൊങ്ങച്ചമെന്ന് തോന്നിയാലും അദ്ദേഹത്തിന്റെ മൈൻഡിലേക്ക് കൊടുക്കുന്നത്, അദ്ദേഹം സ്വയം കൊടുക്കുന്ന കമാൻഡ്, അദ്ദേഹം ആവർത്തിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് അബണ്ടൻസ്, സമ്പൽ സമൃദ്ധികളെ കുറിച്ചാണ്. അത് അദ്ദേഹത്തിന്റെ ലൈഫിൽ അദ്ദേഹത്തിന്റെ മൈൻഡ് നേടിക്കൊടുക്കുകയും ചെയ്യുന്നു. മൈൻഡാണ് നേടിത്തരുന്നത്, അല്ലെങ്കിൽ മൈൻഡിനും നിർണായക പങ്കുണ്ട് എന്നെങ്കിലും എല്ലാവർക്കും അറിയാം. നമ്മുടെ അധ്വാനങ്ങൾ മാത്രം പോരാ. സാമ്പത്തിക ശേഷിയുള്ള ഒരു വ്യക്തി സമ്പത്ത് നേടുന്ന അതേ മേഖലയിലേക്ക് ഒരു ദരിദ്രൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ അതേ വിജയം നേടാൻ കഴിയാതെ പോകുന്നതിൻ്റെയും പല കാരണങ്ങളിൽ ഒന്നാണ് എന്ന് പ്രതിപാദിക്കുന്നത്. അതാണ് ഇഫ് യു വാണ്ട് ടു ബിക്കം റിച്ച്, ബിഹേവ് ലൈക്ക് റിച്ച്. ധനികനാകണമെങ്കിൽ ധനികനെ പോലെ പെരുമാറുക എന്നുള്ള ആ ഒരു പാഠത്തിന്റെ വകഭേദം കൂടിയാണ് ഇന്ന് നാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ധനികർ ഒരിക്കലും ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കില്ല, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കില്ല. ദരിദ്രരാകട്ടെ കൂടുതലും ആ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കുന്നു. അതിന്റെ ഒരു കാരണം എന്തെന്നാൽ പാരമ്പര്യമായി തന്നെ പ്രത്യേകിച്ച് പാരമ്പര്യ ധനികരാണെങ്കിൽ പാരമ്പര്യമായി എല്ലാ വിഭാഗങ്ങളിലുമുള്ള ഏത് നാടുകളിലുമുള്ള ധനികരെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ പ്രമാണങ്ങൾ പാരമ്പര്യമായി കൈമാറ്റം ചെയ്തു പോരുന്നവരാണ്. നിസ്സാര കാര്യമാണ്. ആന മെലിഞ്ഞാൽ തൊഴുത്തിൽ കെട്ടില്ല, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം തുടങ്ങിയ പല്ലവികളാണ് ഇവർ കേട്ടുവളരുന്നത്. അതുകൊണ്ട് തന്നെ സ്വല്പം ഒരു സാമ്പത്തിക ട്രബിളുകളോ എന്തെങ്കിലും കാരണവശാൽ കോവിഡ് വന്നതുകൊണ്ടോ എന്തെങ്കിലും ബുദ്ധിമോശം വന്നതുകൊണ്ടോ സാമ്പത്തിക തകർച്ച വന്നാൽ പോലും ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ശീലം ഒരിക്കലും ആ ധനിക മൈൻഡ് സെറ്റുള്ള ധനികർക്ക് ഉണ്ടാവില്ല. ദരിദ്രരോ തിരിച്ചായിരിക്കും. അവരും ഒരുപക്ഷെ ഇത്തരം വീഡിയോകൾ കണ്ടും ക്ലാസ്സുകൾ കേട്ടുമൊക്കെ എനിക്ക് ധനിക മൈൻഡ് സെറ്റിന്റെ സീക്രട്ടൊക്കെ മനസ്സിലായി എന്ന് പറയുന്നവർ പോലും ആ തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടാകില്ല. അതിൻ്റെ ഒരു തെളിവ് തന്നെ പലപ്പോഴും കാണാറുണ്ട്. അത്തരം കാര്യങ്ങൾ ആവേശത്തോടെ എനിക്കിത് മനസ്സിലായി എന്ന് പറയുന്ന ആളുകളും ധനിക മൈൻഡ് സെറ്റിന്റെ സീക്രട്ട് മനസ്സിലായി എന്ന് പറയുന്ന ആളുകളും പിറ്റേ ദിവസം APL റേഷൻ കാർഡ് BPL ആക്കാൻ വേണ്ടി ഓടി നടക്കുന്നത് കാണാം. അപ്പൊ അത്തരം പ്രായോഗിക തലത്തിലുള്ള നമ്മുടെ തിരിച്ചറിവിനെ ഒന്ന് ഉയർത്തുമ്പോഴാണ് നമുക്കുള്ള അറിവുകൾ ഒന്ന് തിരിച്ചറിവായി മാറുകയും കൂടെ ചെയ്യണം. അത് നാം പ്രയോഗത്തിൽ വരുത്തുകയും ചെയ്യണം. ഇന്നത്തെ ചിന്താവിഷയം വളരെ സിമ്പിളാണ്. ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കുന്നതിന് പകരം ഉള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കുക. ഇനി ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലും ഇനി നേടാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തകളിലും അഭിരമിക്കുക. നമുക്ക് ഉള്ളതിനെ കുറിച്ചും ചിന്തിക്കാം, ഇല്ലാത്തതിനെ കുറിച്ചും ചിന്തിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് നമുക്ക് തിരഞ്ഞെടുക്കുകയും ചെയ്യാം. ഉള്ളതുകളുമുണ്ട്, ഇല്ലാത്തതുകളുമുണ്ട്. എന്തിന് ഇല്ലാത്തതിനെ കുറിച്ച് ചിന്തിച്ച് മൈൻഡിലേക്ക് ആ ഇല്ലായ്മകളുടെ സന്ദേശം, ആ ഒരു കമാൻഡ്, ആ ഇൻപുട്ട് കൊടുക്കണം. അത് നിങ്ങൾ ചിന്തിക്കുക, തിരിച്ചറിയുക. എന്താണോ ഉള്ളത്, എത്ര ഇല്ലാത്തവർ എന്ന് പറയുന്നവർക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ആ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇനി നേടാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. ധനികർ ധനികരായിക്കൊണ്ടിരിക്കുന്നു കാരണം അവർ തങ്ങൾക്കുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നു. ദരിദ്രർ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു കാരണം അവർ തങ്ങൾക്ക് ഇല്ലാത്തതിനെ കുറിച്ചുള്ള ചിന്തകളിൽ അഭിരമിക്കുന്നു. ചിന്തിക്കുക, മനസ്സിലാക്കുക. ആ ചിന്താ പാറ്റേണിൽ, ചിന്താ ഘടനകളിൽ ഇന്നു മുതൽ തന്നെ ആവശ്യമായ മാറ്റം വരുത്തുകയും ചെയ്യുക.